അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നിസ്കാരമുണ്ട്. അത് റമദാൻ മാസത്തിലെ 21-ാം രാവ്, 23, 25, 27, 29 അങ്ങനെ ഉള്ള രാത്രികൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ 4 റക്കാത്താണ്, 300 തസ്ബീഹ് ചെല്ലേണ്ടതാണ്. അത് 2 റക്കാത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലേണ്ട രീതി ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹ ഓതിയതിന് ശേഷം ഒരു അൽഹാക്ക് മുത്തകാസർ സൂറത്ത് ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം ഈ ഞാൻ പറയപ്പെട്ട സിക്ർ പറയണം. രണ്ടാമത്തത് റുക്കൂഹിൽ 10 പ്രാവശ്യം പറയണം. ഇഹ്തിദാലിൽ 10, പിന്നെ 1-ാം സുജൂദിൽ 10, പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10, പിന്നെ 2-ാം സുജൂദിൽ 10, പിന്നെ ഇസ്തിറാഹത്ത്. അങ്ങനെ വെച്ചാൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ 1-ാം റക്കാത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ മോൾക്ക് 2-ാമത്തെ റക്കാത്തിലേക്ക് പോകുന്ന മുമ്പ് അവിടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോൾക്ക് പോകാൻ പാടില്ല. ഈ ഇസ്തിറാഹത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇരുന്ന് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, അവിടെ 10 ഇത് പറയണം, 10 എണ്ണം സിക്ർ. അത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു അക്ബർ പറയാതെ തന്നെ നമ്മൾ എന്താക്കണം, മോൾക്ക് വേണം. അപ്പോൾ എന്താ 75 പൂർത്തിയായി ഒരു റക്കാത്തിൽ. അങ്ങനെ നമ്മൾ എന്താക്കുന്ന 2-ാം റക്കാത്തായി. 2-ാം റക്കാത്തിലുള്ള സൂറത്താണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അത് ഓതണം, ശ്രേഷ്ഠമായ സൂറത്താണ്. 3-ാമത്തിലാണ് സൂറത്തുൽ കാഫിറൂന, 4-ാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് എന്നിവിടങ്ങളായിട്ട്. അപ്പോൾ ഓരോരോ റക്കാത്തിൽ 75 അനുസരിച്ചിട്ട് പോകും. ടോട്ടലായിട്ട് നമുക്ക് 4 റക്കാത്താകുമ്പോൾ 300 തസ്ബീഹ് ആയിട്ട് നിസ്കരിക്കുന്നതിനായിട്ട് 300 തസ്ബീഹ് ആയിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ശ്രമിക്കണം. ഏറ്റവും ശ്രേഷ്ഠമുള്ള സംഭവമാണ് ഇൻഷാ അല്ലാഹ്.